അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ഒരു അമലാണ്. ഈ ഒരു അമൽ ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് വിവാഹം റെഡിയാകുന്നില്ല എന്നുള്ളത്. ആ വിവാഹം റെഡിയാകാനും നല്ല മക്കൾ ജനിക്കാനും അതേപോലെ തന്നെ ഉള്ള ജോലിയിൽ ബറക്കത്ത് ലഭിക്കാനും ഇങ്ങനെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു അമലിനെ നിയ്യത്ത് വെക്കുന്നത്, ആ കാര്യം നല്ല രീതിയിൽ നമുക്ക് ഹൈറായിട്ടുള്ള രീതിയിൽ നമുക്ക് നടന്നു കിട്ടേണ്ട ഒരു വഴിയെക്കുറിച്ചിട്ടാണ്. വെള്ളിയാഴ്ച ദിവസം മഗ്‌രിബിയോടടുക്കുന്ന ആ ഒരു സമയത്ത് നിയ്യത്ത് വെച്ചിട്ട്, മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു അമലിനെ എണ്ണം തെറ്റാതെ ചൊല്ലി തുടങ്ങുക. ഇൻഷാ അള്ളാഹ് ഇത്തരത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഹൈറായിട്ടുള്ള ഏതൊരാവശ്യവും നിങ്ങൾക്ക് മുമ്പിൽ റബ്ബ് സുബ്ഹാനഹു തആല തുറന്നു തന്നിട്ടുണ്ടാകും. ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ അർഹതപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. പരിശുദ്ധമായിട്ടുള്ള ഇന്നേ ദിവസത്തിൽ ഇത്രയും പ്രതിഫലം ലഭിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വീഡിയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇൻഷാ അള്ളാഹ് അതേതാണ് ആ ഒരു അമൽ എന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം. ഒരുപാട് ഉമ്മമാർ കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, മോളെ ഒരുപാട് നാളായി മകൻക്ക് പെണ്ണ് അന്വേഷിക്കുന്നു, ഇതുവരെ ഒന്നും റെഡിയായിട്ടില്ല, എന്താണ് ഇനി ചെയ്യാമെന്ന് അറിയൂല. കാരണം ഓരോ ദിവസം കഴിയും തോറും വയസ്സ് ഇങ്ങനെ കൂടി പോവല്ലേ. 2, 3, 4 വർഷമായി പെണ്ണ് തിരയുന്നു, പക്ഷെ ഒന്നും റെഡിയാവണില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉമ്മമാർ ഉപ്പമാരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ ഒരു റജബ് തീരുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചൊല്ലി തീർക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു വിവാഹത്തിന് എന്ത് തടസ്സമാണെങ്കിലും, അതേപോലെ തന്നെ നിങ്ങൾക്ക് മക്കൾക്ക് വിവാഹം റെഡിയാകാത്തത് എന്തൊരു പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും ആ പ്രശ്നം റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഹൈറായിട്ടുള്ള തീരുമാനത്താൽ അത് മാറ്റുകയും ഹൈറായിട്ടുള്ള ഇണയെ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളുടെ മക്കൾക്ക് നൽകുകയും ചെയ്യും. ഇനി ഇത് അതിനു വേണ്ടി മാത്രമല്ല, ജോലി റെഡിയാകാത്ത ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് ചെറുപ്പക്കാരികൾ നമുക്കിടയിലുണ്ട്. പഠിത്തം കഴിഞ്ഞിറങ്ങി ഇൻ്റർവ്യൂസും അതുമായി മറ്റു കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ക്ഷീണിച്ച് ഇനി ഞാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് പോവുകയാണ്, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട്. അവരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല നീയത്തോടു കൂടെ ഈ ഒരു അമലിനെ മുറുകെ പിടിച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. പരിശുദ്ധമായിട്ടുള്ള റജബിൻ്റെ ദിവസത്തിലെ വെള്ളിയാഴ്ച രാവിലെ ഇരുന്നിട്ട് ഈ ഒരു അമൽ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഹൈറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ അത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് ഏറ്റവും അടുക്കാനുള്ള ഒരു വഴിയാണ് അള്ളാഹുവിൻ്റെ വചനമായിട്ടുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഇന്ന് മഗ്‌രിബിക്ക് ശേഷം, മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ 12,000 തവണ നിയ്യത്ത് വെക്കുക. 12,000 തവണ നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഈ ഒരു അമലിന് വേണ്ടിയിട്ട് നമ്മൾ തുടക്കം കുറിക്കുക, നമ്മൾ ചൊല്ലി തുടങ്ങുക. എന്നിട്ട് ഈ ഒരു അമൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വുളു ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നല്ല ഭയഭക്തിയും ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ കഴിയുകയും ചെയ്യണം. അല്ലാതെ നമ്മളിത് ചൊല്ലുന്നതിൻ്റെ ഇടയിൽ മറ്റ് സംസാരങ്ങളിലേക്കോ ഫോൺ വിളിയിലേക്കോ അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലേക്കോ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടോ ജോലി ചെയ്യുന്നിടത്തിരുന്ന് ചെല്ലുകയോ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളും റബ്ബും മാത്രമുള്ള ഒരു സന്നിധിയിൽ വെച്ചിട്ട് കിബിലക്ക് തിരിഞ്ഞിരുന്ന് ഇതിന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു ദിവസം നമ്മളെ കൊണ്ട് കഴിയുന്ന എണ്ണം 1000 എണ്ണം നമ്മൾ ദിവസവും ചൊല്ലി പോരുകയാണ്. ഇങ്ങനെ നമ്മളൊരു നിയ്യത്ത് വെക്കുകയാണെങ്കിൽ ഒരു ദിവസം ആ ഒരു എണ്ണത്തിൽ തന്നെ ചൊല്ലി ചിട്ടയോടുകൂടെ പോരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ 11 സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് നമ്മൾ ചൊല്ലാം 11 തവണ. അതിന് ഏത് സ്വലാത്തും ചൊല്ലാം, നമുക്ക് കഴിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം. പക്ഷേ അതിലൊരു മഹത്തായിട്ടുള്ളൊരു സ്വലാത്തിനെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ആ ഒരു സ്വലാത്തിനെ നമ്മൾ ചൊല്ലിയതിന് ശേഷം
നമ്മൾ 1000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അക്ഷരങ്ങളും ഹർക്കത്തുകളും ശബ്ദും മദ്ദും എല്ലാം അനുസരിച്ച് നല്ല രീതിയിൽ ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇങ്ങനെ ചൊല്ലി 1000 പൂർത്തിയാക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും 11 സലാത്തുകൾ കൂടെ ചൊല്ലാം. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ദുആ ഇരുന്നു കൊണ്ട് റബ്ബേ എൻ്റെ ഈ ഒരു ആവശ്യത്തെ, എൻ്റെ ഈ ഒരു കടത്തെ എന്നിൽ നിന്ന് നീക്കി തരണമേ. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, എനിക്ക് മക്കൾ വിവാഹം കഴിഞ്ഞിട്ട് 10-12 വർഷമായിട്ടുണ്ട്. ഒരു സാലിഹായിട്ടുള്ള ഒരു മകനെ, ഒരു മകളെ, സന്താനങ്ങളെ എനിക്ക് നൽകണമേ റബ്ബേ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യും. നമ്മുടെ ആവശ്യം എന്താണ് ആ സമയത്ത് 11 സലാത്ത് ചൊല്ലിയതിന് ശേഷം നമ്മൾ ആ ഒരു ആവശ്യത്തെ പറയാം. അതിനുശേഷം നമ്മൾ വീണ്ടും തുടരുക. ഇങ്ങനെ ഓരോ ദിവസം, ഇതൊരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട കാര്യമല്ല. ഒരാഴ്ച 1.5 ആഴ്ച എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്ത് തീർക്കാം. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തിരുന്ന് നമ്മൾ ഏറ്റവും ഹൈറായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ ഈ റജബ് മാസത്തിൽ ഈ ഒരു അമലിനെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുക ആ രീതിയിൽ നിങ്ങളത് ചെയ്ത് തീർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ആവശ്യമാണെങ്കിലും എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു തആലയുടെ ബിസ്മി എന്ന ഈ ഒരു വചനത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം റബ്ബ് സുബ്ഹാനഹു തആല നടത്തി തന്നിട്ടുണ്ടാകും. ഇത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ആരും തന്നെ നഷ്ടപ്പെടുത്തി ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കുറവുകൾ, ഗീബത്ത് പറയൽ, നമീമത്ത് പറയൽ ഇതൊക്കെ നമ്മളൊന്ന് കുറക്കുക. ഈ റജബ്, ഷഅബാൻ, റമദാനിൽ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അമലുകൾ ചെയ്യാനും റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളും നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ദുആ വസിയത്തോടെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരറിവ് ഈ ഒരു സമയത്ത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ജാരിയായിട്ടുള്ളൊരു സദഖയാണ്. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.